നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ? ഇന്ത്യയുടെ മുന്നറിയിപ്പിന് പിന്നിൽ ആ സൂചന തന്നെയാണോ നൽകിയിരിക്കുന്നത്? യുദ്ധം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഇറാൻ ഒന്നിലധികം പ്ലാനുമായി തന്നെയാണ് അമേരിക്കയെ നേരിടുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും എങ്ങനെയായിരിക്കും ആ തിരിച്ചടി ഉണ്ടാകുന്നത്? അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കും? ഇറാൻ ഭരണകൂടം തന്നെ അഴിച്ചു പണിയുന്ന രീതിയിലേക്ക്, അധികാര സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് അമേരിക്കൻ സൈനികരെ കാത്ത് അവർക്കുള്ള ശവക്കുഴി തോണ്ടുകയാണ് ടെഹ്റാൻ. ആണവ കപ്പലുകളൊക്കെ തന്നെ കടലിൽ വെറും ശവപ്പെട്ടികളാക്കി മാറ്റുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. സൂപ്പർ പവറുകളെ തന്നെ വിറപ്പിക്കാൻ ഇറാൻ പല രീതിയിലുള്ള തന്ത്രങ്ങൾ. അമേരിക്കയെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഒരു വലിയ ദുരന്തം തന്നെ ആയിരിക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷ സാധ്യത വീണ്ടും പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമായി മാറുകയാണ്. അമേരിക്ക നൽകിയ അന്ത്യശാസനത്തിന് ഒരു കാരണവശാലും വഴങ്ങില്ല എന്ന് ഇറാനും വ്യക്തമാക്കുന്നു. ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തര കലാപം ഇറാനിൽ പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള ഭീതി തന്നെയാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ലോകശക്തിയെ വെല്ലുവിളിക്കുന്ന ആ തന്റെ ഇടമുണ്ടായതിനു പിന്നിൽ പല കാരണങ്ങളും കാര്യങ്ങളുമുണ്ട്. ഇറാൻ ഇവിടെ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരവും. സംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരെ സംസ്കരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ശവകുടീരങ്ങൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥലം ടെഹ്റാനിലെ സഹ്റ സെമിത്തേരിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ വീമ്പിളക്കിയത്. ഇറാൻ ഇങ്ങനെ ഒരു സൂചന നൽകിയത് എത്തിയാൽ മരണമുറപ്പ് എന്നുള്ള താക്കീത് തന്നെ ആയിരുന്നു. ഇറാൻ സർക്കാരുമായി ബന്ധമുള്ള മെഹർ വാർത്താ ഏജൻസിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ അമേരിക്കയെ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളെ പോലും ഭയപ്പെടുത്താൻ, ഒരു ഭീഷണിയുടെ മുൾമുനയിൽ നിർത്താൻ തന്നെയാണ് ഇറാൻ ഇതിലൂടെ ശ്രമം നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഏത് രാജ്യത്ത് തമ്പടിച്ചാണോ അമേരിക്കൻ സേന ആക്രമിക്കുന്നത് ആ രാജ്യത്തെ തന്നെ, അവിടുത്തെ സൈനിക ആസ്തികളിലും അമേരിക്കൻ എംബസികളെയും ഒക്കെ തന്നെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഔദ്യോഗികമായി ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു യുദ്ധ ഭീഷണിയായി തന്നെ ഇതിനെ നോക്കിക്കാണാം. ആ രാജ്യത്തിന് തന്നെ ഒരു താക്കീത് കൂടിയാണ്. അതായത് ഇസ്രയേലിൽ അമേരിക്കൻ സൈനിക ബേസ് ഉണ്ട്. ഒരുപക്ഷെ അമേരിക്ക ആക്രമിക്കാൻ തയ്യാറായാൽ ഏറ്റവും അടുത്തുള്ള ഈ അമേരിക്കൻ ബേസിൽ നിന്ന് തന്നെ ആയിരിക്കും അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ വന്നാൽ ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം ഘടിപ്പിക്കും. അമേരിക്കയുടെ വസ്തുവകകൾ എന്ന പേരിൽ ആക്രമണം നടത്തുമ്പോൾ അതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇസ്രയേലിന് കൂടിയായിരിക്കും. ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങൾ കൂടി ഭീതിയുടെ നിഴലിൽ കഴിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള താഡ് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ ബലിസ്റ്റിക് മിസൈലുകളെയും ചീവീടുകൾ പോലെ പറന്നെത്തുന്ന കൂട്ടത്തോടെ എത്തുന്ന ഡ്രോണുകളെയും ഒക്കെ ഫലപ്രദമായി തന്നെ തടയാൻ കഴിയുമെന്നാണ് അമേരിക്ക വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അമേരിക്ക അറിയാത്ത ചില തന്ത്രങ്ങൾ ഇതിനോടകം തന്നെ ഇറാൻ മെനഞ്ഞിരിക്കുന്നു. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മുതൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വ്യോമ താവളങ്ങൾ, എംബസികൾ, ഇതിനെതിരെ അതിഭീകരമായ ഒരു ആക്രമണം നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്ലാൻ ബി ഇങ്ങനെ തന്നെയാണ്. ഇതിനു മുന്നോടിയായി സൈനിക അഭ്യാസങ്ങൾക്കടക്കം ഇറാൻ സൈന്യം തുടക്കമിട്ടത് നമ്മളേവരും കണ്ടതാണ്. മാത്രവുമല്ല, ഒരു സംഘർഷം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രയേലിനും അറബ് സഖ്യകക്ഷികൾക്കും മേഖലയിലെ ശരിയായ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അമേരിക്കയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ഇറാനുമായ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് ഇസ്രയേൽ, മറുഭാഗത്ത് അറബ് രാജ്യങ്ങൾ, ഇവരൊക്കെ തന്നെ ഏറെ സമ്മർദ്ദത്തിലാകും. ഇവരൊക്കെ തന്നെ ഒരു ഭീഷണിയുടെ വക്കിലേക്ക് കടന്നു പോകേണ്ടി വരും. ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇരട്ടിപ്പണി തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി ആ ഒരു ദൗത്യത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുവരെ അനുകൂലിച്ച രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ ചേരിവിട്ട് അകന്നു നിൽക്കാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് അലി ലാരിജാനി എന്ന് പറയുന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം വ്യക്തമായി തന്നെ ചർച്ചയിലൂടെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിക്കുക, അമേരിക്കയുമായ ഒരു ആക്രമണം ഉണ്ടായാൽ അത് നിങ്ങൾക്ക് കൂടി ഭീഷണിയായി മാറുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. അതിനുശേഷമാണ് തങ്ങളുടെ മണ്ണ് ഇറാനെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഈ രാജ്യങ്ങൾ തീരുമാനം കൈക്കൊണ്ടത്. വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് സൗദിയും ഖത്തറും UAEയും ഒക്കെ ഒറ്റക്കെട്ടായി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് കടലിലൂടെയുള്ള ഒരു ആക്രമണത്തിനും വ്യോമ ആക്രമണത്തിനും ഒക്കെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ബേസുകളായി ഇനി അറേബ്യൻ രാജ്യങ്ങൾ ഉപയോഗിക്കാതെ ഇസ്രയേലിനെ കൂടുതൽ ആശ്രയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഒരു തിരിച്ചടി കൂടിയാണ്. വളഞ്ഞ് നാലുപാട് നിന്നും ആക്രമിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അതിനേറ്റ ഒരു പ്രഹരം കൂടിയായിരുന്നു.
ഇതുകൂടാതെ അമേരിക്കയെ സംബന്ധിച്ച് തന്ത്രപരമായി സുന്നി ഷിയ ഭിന്നത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയ്ക്കൊപ്പം നിർത്താൻ കഴിയും. അതുപോലെ തന്നെ ഇറാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആക്രമണം നടത്താമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ആ പണിയും ഇത്തവണ ഏശിയില്ല. അറബ് രാജ്യങ്ങളിൽ പലരുമായി ഇറാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്, നമ്മളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്, സഹോദരന്മാരാണ് എന്നുള്ള ഒരു സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ആകട്ടെ മറുഭാഗത്ത് അനുകൂലിക്കുന്നത് ആരെ? ജൂതരാജ്യമായ ഇസ്രയേലിന് വേണ്ടി അവർ നിലകൊള്ളുമ്പോൾ ജൂതരാഷ്ട്രത്തിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി യുദ്ധക്കപ്പലും മറ്റ് സൈനിക സന്നാഹങ്ങളുമായി അമേരിക്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇതൊക്കെ തന്നെ ഇറാൻ കൃത്യമായി അറേബ്യൻ രാജ്യങ്ങളെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്ത് തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുക എന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, തുനിഞ്ഞിറങ്ങുന്ന അമേരിക്കയെ സംബന്ധിച്ച് അവർ അവരുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായി കാണുമ്പോൾ നാളെ ഒരു പക്ഷേ നമ്മളൊക്കെ തന്നെ അവരുടെ അടിമകളായി മാറിയേക്കും. ഇന്ന് ഞാനെങ്കിൽ നാളെ നീ എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഭിന്നത ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും അമേരിക്കയുടെ ഈ ആധിപത്യം അത് തുടരാൻ അനുവദിക്കരുതെന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. സ്വന്തം ആയുധ വിപണി എപ്പോഴാണോ താഴേക്ക് പോകുന്നത് അപ്പോഴൊക്കെ അമേരിക്ക ലോകത്ത് സംഘർഷം വിതച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറാനും ഗൾഫ് രാജ്യങ്ങളുമായി സംഘർഷം നിലനിൽക്കേണ്ടത് എക്കാലത്തും അമേരിക്കയുടെ ആവശ്യമാണ്. അടുത്ത കാലത്തായി ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഇറാൻ വളരെ ഊഷ്മളമായ ബന്ധം ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അമേരിക്കയെ ചൊടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണിത്. ഇറാന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തിയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളും സന്നാഹങ്ങളും ഒക്കെ തന്നെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയത്. ഇറാൻ സൗഹൃദ രാജ്യമായാൽ അമേരിക്കയുടെ സംരക്ഷണം പിന്നെ എന്തിനാണ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക്? ട്രംപിന് വളരെ വ്യക്തമായി അറിയാം, അമേരിക്ക വളരെ കാലമായി പയറ്റുന്ന ഒരു തന്ത്രം കൂടിയാണിത്. അമേരിക്കയുടെ ഈ അജണ്ടയെ തുറന്നു കാട്ടുകയാണ് ഇറാൻ. അതേസമയം ഇനി സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയും അവരുടെ സൈനിക താവളങ്ങളും എംബസികളും സ്ഥിതി ചെയ്യുന്ന ജോർദൻ, കുവൈറ്റ്, ബഹ്റിൻ, സൗദി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടുതൽ താഡ് ബാറ്ററിയും പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം അത് ഫലപ്രദമാകും, ഏത് രീതിയിലായിരിക്കും ആക്രമണ രീതി എന്നൊക്കെ തന്നെയുള്ള ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇറാൻ സൈന്യം രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അത് വലിയ ക്ഷീണമായി തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാൻ വിജയിക്കുമെന്നുള്ളതല്ല, മറിച്ച് ഇറാൻ ഏൽപ്പിക്കുന്ന പ്രഹരം അത് അതികഠിനമായിരിക്കും. അത് താങ്ങാനുള്ള ശേഷി ഈ രാജ്യങ്ങൾക്കുണ്ടാകുമോ? അമേരിക്കയെ സംബന്ധിച്ച് നേരിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നിരിക്കെ മറ്റു രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് അമേരിക്കയ്ക്ക് ആ ഘട്ടത്തിൽ ഉണ്ടാകുമോ? ഇറാൻ ജനതയുടെ ആത്മവിശ്വാസം പേര് തന്നെയാണ് തങ്ങൾ ആക്രമണം നടത്തുക എന്ന് കൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിയുടെ മുന്നറിയിപ്പിലും ഇക്കാര്യം വലിയ രൂപത്തിൽ പ്രകടമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാനെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ തന്നെ ഖമനേയി ബങ്കറിൽ ഒളിച്ചു എന്ന് പരിഹസിച്ച പാശ്ചാത്യ മാധ്യമങ്ങളുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും വായടപ്പിക്കുന്ന ഒരു മറുപടി കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്കിടയിലേക്ക് എത്തിച്ചേർന്ന് അവരുടെ മുന്നിൽ നിന്ന് നയിക്കാൻ തനിക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് ഖമനേയി ഇപ്പോൾ പറയുന്നത്. ഇറാനെ ആക്രമിച്ചാൽ അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് ഖമനേയി കൊടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സമ്മർദ്ദതന്ത്രം കടുക്കുന്ന ഘട്ടത്തിൽ തന്നെ യുദ്ധ സാഹചര്യത്തെ മുൻകൂട്ടി കണക്കിലെടുത്താണ് ഇറാൻ ആഭ്യന്തര ഭരണ സംവിധാനത്തിൽ ഒരു അഴിച്ചുപണി, നിർണായകമായ ചില മാറ്റങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി ദേശീയ നേതൃത്വത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടിയുള്ള അടിയന്തര തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ, തനിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായാൽ പോലും രാജ്യത്തിന്റെ ഭരണ സംവിധാനം തകരരുത്, നിലയ്ക്കരുത്, അത് നിലനിർത്തണം. അതിനുവേണ്ടിയാണ് ഈ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അലി ലാരിജാനിക്ക് കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൈമാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത്. ഖമനേയിക്ക് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളായി ലാരിജാനിയെ തയ്യാറെടുപ്പിക്കുകയാണ്. ഇറാന്റെ സുരക്ഷാ വിദേശ നയ തീരുമാനങ്ങളിലൊക്കെ തന്നെ വളരെ നിർണായകമായി സ്വാധീനമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. ഈ സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയിൽ ലാരിജാനി ഇപ്പോൾ രാജ്യത്തിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളുടെ കേന്ദ്ര ബിന്ദുവിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഖമനേയിയുടെ വിശ്വസ്ത ഉപദേഷ്ടാവായിരുന്ന അദ്ദേഹം ഇതിനു മുന്നേ പാർലമെന്റ് സ്പീക്കറായി ഏറെക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആണവ ചർച്ചകളിൽ പ്രധാന വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ലാരിജാനി. ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിനും നേതൃത്വം കൊടുക്കുന്നു.
രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള സ്വാധീനമുള്ള കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ച ഇറാന്റെ അധികാര ഘടനയിലെ വിശ്വാസ ബന്ധങ്ങളെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതാണ്. 2008 മുതൽ 2020 വരെ പാർലമെന്റ് സ്പീക്കറായിരുന്ന കാലയളവിൽ രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അതിശക്തമായി സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വം. ഇറാന്റെ വിദേശ നയ രൂപീകരണത്തിലും അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട്. ചൈനയുമായി 25 വർഷത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള കരാർ ചർച്ച ചെയ്യുന്നതിൽ അദ്ദേഹം നിർണായക ഘടകമായിരുന്നു. പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബാഗ്ദാദ്, ബെയ്റൂട്ട് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ പ്രാദേശിക നയതന്ത്ര ചർച്ചകൾ ഏകോപിപ്പിക്കുന്നതും ഇദ്ദേഹമായിരുന്നു. അതിലൂടെ തന്നെ മേഖലാതല രാഷ്ട്രീയത്തിൽ ലാരിജാനിയുടെ സാന്നിധ്യം ശക്തമാണ്. ആഗോളതലത്തിലും പ്രസിദ്ധനായി വരാൻ ഇതിനപ്പുറത്തേക്ക് മറ്റ് ഘടകങ്ങളൊന്നും തന്നെ വേണ്ട എന്നാണ് കണക്ക് കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.